ഹരേ കൃഷ്ണ, നമസ്തേ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. വ്യാഴമാറ്റം. വ്യാഴം ജൂൺ 2-ാം തീയതി മാറുകയാണെന്ന് പൊതുവിൽ ജ്യോതിഷ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാലമാണ്. പക്ഷേ ഈ ജൂൺ 2-ാം തീയതി വരുന്ന വ്യാഴമാറ്റത്തിൽ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും അധികം പൊതുവിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു കാലമാണ്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കൂറുകാരാണ് ധനുക്കൂറുകാർ. അതിൻ്റെ കാരണം അഷ്ടമത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. അഷ്ടമത്തിലേക്ക് മാറുക എന്ന് പറയുമ്പം അഷ്ടമം കഷ്ടത എന്നാണ് പണ്ടുള്ള ചൊല്ല്. 8ൻ്റെ അനുഭവം പൊട്ടയെന്നാണ്. പക്ഷേ വ്യാഴം 12 വർഷത്തിലൊരിക്കൽ ഉച്ചനെന്ന് പറഞ്ഞാൽ പൂർണ്ണ ബലവാനായിട്ട് ഉച്ചക്ഷേത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യില്ല, എങ്കിലും വലിയ ഗുണം പ്രതീക്ഷിക്കേണ്ട ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അതിൻ്റെ കാരണം അഷ്ടമത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് 7-ലായിരുന്ന സമയത്ത് വിവാഹം, അതുപോലെ തന്നെ നമ്മുടെ നല്ല സൗഹൃദങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കാര്യനിവൃത്തി ഉണ്ടായി ഒരുവിധം സ്മൂത്തായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനെല്ലാം ഇനി അങ്ങോട്ട് കുറച്ച് തടസ്സങ്ങളോ കാലതാമസമോ ബ്ലോക്കോ ഒക്കെ വരാം. വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വ്യാഴപ്രീതി വരുത്തിയാൽ മതി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ പോയെന്ന് കേൾക്കുമ്പം സാധാരണ നമ്മൾ ഈ ജ്യോതിഷ കാര്യങ്ങൾക്ക് അസ്ട്രോളജേഴ്സിനെ സമീപിച്ച് ശീലമുണ്ടെങ്കിൽ അവർ കബഡി ആരോടിക്കുമ്പോൾ പറയും 8-ൽ വ്യാഴം മറഞ്ഞാൽ പിന്നെ അന്ന് നോക്കത്തില്ല, വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു എന്ന് പറയും. ഈ അഷ്ടമത്തിൽ മറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മൊത്തത്തിൽ കഷ്ടതയെന്നല്ല. അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിലൊരു കാര്യം പറഞ്ഞുതരാം. വ്യാഴം എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിലെ ഒരു കാരണവരോ അല്ലെങ്കിൽ അമ്മാവനോ ആണെന്ന് ധരിക്കുക. അദ്ദേഹം ഒരു IAS-കാരനാണ്, കളക്ടറായിട്ട് നമ്മുടെ നാട്ടിലിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മളോട് ഒരു സ്നേഹവും പ്രീതിയും കാണിക്കാം. പക്ഷേ അദ്ദേഹം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ നാഗാലാൻഡിൽ പോയി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മളെ വലുതായിട്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം നമ്മളെ ദോഷം ചെയ്യത്തില്ല. കാരണം നമ്മളെ കുടുംബത്തിലെ കാരണവർ അല്ലെങ്കിൽ അമ്മാവനാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഗുരുസ്ഥാനീയനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ദോഷം ചെയ്യില്ല, ഗുണം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ അഷ്ടമത്തിൽ മറഞ്ഞ് നിൽക്കുമ്പോൾ വ്യാഴം നമുക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഉച്ചനായിട്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ബലവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അഷ്ടമത്തിലായതുകൊണ്ട്. സത്യം, അവിടെ നമ്മൾ ഒറ്റ കാര്യമേ ചിന്തിക്കേണ്ടുള്ളൂ. നമ്മൾ ആ വ്യാഴത്തിൻ്റെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന, ദേവാലയങ്ങൾ സന്ദർശിക്കുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹനുമാൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. അതിന് കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ 4-ൽ കണ്ടക ശനിയും കൂടെ ഉള്ള സമയമായതുകൊണ്ടാണ് ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ നരസിംഹമൂർത്തിക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ കഷ്ടതകൾ, കാരണം ഈ അഷ്ടമത്തിൽ വരുമ്പോൾ വ്യാഴം നമുക്ക് ദോഷവും ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ പഴയ നമ്മളോട് അനിഷ്ടം ഉണ്ടായിരുന്ന, ശത്രുത ഉണ്ടായിരുന്ന ആൾക്കാർ, പഴയ കേസോ വഴക്കോ ഒക്കെ പൊങ്ങി വരാം. പഴയ വൈരാഗ്യമുള്ള ആൾക്കാർ നമ്മളുമായിട്ട് വീണ്ടും ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിനെ ക്ലേശിപ്പിക്കാനായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മളെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ബ്ലോക്ക് വരാം, ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാതെ വരാം, ജോലിയിൽ മേലധികാരികളിൽ നിന്ന് താക്കീത് വരാം, നമ്മൾ വിദേശ യാത്ര ആലോചിച്ചിരുന്നു പക്ഷേ അതിന് ബ്ലോക്ക് വരാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് കാലതാമസം, തടസ്സം വരാം. വീട് പണിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിനകത്ത് സമയത്ത് പണിക്കാരെ കിട്ടാതെയും പണി മുടങ്ങിയൊക്കെ ബുദ്ധിമുട്ട് വരാം. ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്ക് സമയത്ത് ലോൺ കിട്ടാതെ വരാം, അല്ലെങ്കിൽ അതിനകത്തൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ വരാം. നമ്മുടെ പ്രതീക്ഷകളെ അപ്രതീക്ഷിതമായിട്ട് തടസ്സപ്പെടുത്തുന്ന ഇതാണ്. അതിനെപ്പറ്റി ടെൻഷനേ ആവണ്ട, ഇത് മാറും. കാരണം നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ മതി. എന്തായാലും
എല്ലാ കാര്യങ്ങളിലും കുറച്ച് ജാഗ്രത വേണം. മാത്രമല്ല ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളോ ശനി ക്ഷേത്രങ്ങളോ സന്ദർശിക്കുകയും ഒപ്പം തന്നെ ശനി എന്ന് പറയുമ്പോൾ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ശനീശ്വര പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളോ സന്ദർശിക്കുക, തീർത്ഥയാത്രകൾ ചെയ്യുക, വൃദ്ധരായവർ അതുപോലെ തന്നെ വികലാംഗരായ ആൾക്കാർക്കൊക്കെ അന്നദാനം നടത്തുക, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ ദോഷം ചെയ്യില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ അവിഹിതമായ മാർഗങ്ങളിൽ എന്ത് ധനം വരാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ പുതിയ ഈ കടബാധ്യതകൾക്കുള്ള വഴികൾ തെളിഞ്ഞു വരും, അതിനൊന്നും തലവയ്ക്കരുത്. ഈ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള നമ്മൾ പറയില്ലേ, ഈ ആപ്പ് വഴിയൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന പരിപാടികളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്ന അപ്രതീക്ഷിതമായ പുതിയ സൗഹൃദങ്ങളിൽ അന്ധമായി വിശ്വസിച്ച് അവരുടെ വഴികളിലേക്ക് തിരിയരുത്. എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രതയും നമുക്ക് സമയം നന്നല്ല എന്നൊരു ബോധം ഉണ്ടായിരുന്നാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റം കുറച്ച് ജാഗ്രത പുലർത്തിയാൽ ദോഷമില്ലാതെ കടന്നു പോകും. എന്നാൽ ഒരു ടെൻഷനും വേണ്ട. അടുത്ത വ്യാഴമാറ്റം, അതായത് 2027 ജൂലൈ ആകുമ്പോൾ വരുന്ന വ്യാഴമാറ്റം നിങ്ങൾക്കിതിൻ്റെ എല്ലാം കുറവുകൾ തീർത്ത് ഭഗവാൻ ഐശ്വര്യം തരും. ഇപ്പം നിങ്ങൾ ഭാവിക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങുകളും അതിനുള്ള പദ്ധതികളും ആലോചിച്ച് ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ പുതിയ ഒന്നിൽ എടുത്ത് ചാടാതെ നിലവിലുള്ളതിൽ ഭാവിക്കുള്ള പ്ലാനിങ് മാത്രം നടത്തുക, ഒന്നും പ്രാവർത്തികമാക്കാതിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ വർഷം കഴിയട്ടെ, എല്ലാം മംഗളമായി വരും. കാരണം പിന്നെ അടുത്ത വർഷം വരുന്നത് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കാണ്. ആ ഭാഗ്യം വരുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു ചെറിയ തടസ്സമായിട്ട് കണ്ടാൽ മതി. തീർച്ചയായിട്ടും എല്ലാം പോസിറ്റീവായി എടുക്കുക. പിന്നെ ജാതകാൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗുണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വാട്സപ്പിൽ സംശയങ്ങൾക്കോ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനോ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളാം. ലൈക്കും സബ്സ്ക്രിപ്ഷൻ തന്ന് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും സർവേശ്വരകാരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.